സെഖരിയാവ് 9:8 ആരും പോക്കുവരുത്തു ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിനു ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ശത്രുവിന്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു എന്ന് ദാവീദ് സങ്കീർത്തനം 55:2 പറഞ്ഞിരിക്കുന്നത് പോലെ ശത്രുക്കൾ നിമിത്തം സങ്കടപ്പെട്ടു കരയുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, യഹോവയാം ദൈവം ഒരു പട്ടാളമായി തന്റെ ആലയത്തിനു ചുറ്റും പാളയമിറങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. ദൈവം നിങ്ങളെ നിശ്ചയമായും സംരക്ഷിക്കും. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും 6:19 പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും 2 കൊരിന്ത്യർ 6:19 നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ എന്നും എഴുതിയിട്ടുള്ളതിനാൽ നാം ദൈവത്തിന്റെ മുമ്പാകെ എപ്രകാരമുള്ള ആലയമാകുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. മത്തായി 21:13 എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മളിൽ നിന്നും കള്ളനും കവർച്ചക്കാരനുമായ പിശാചിന് അവകാശപ്പെട്ടതെല്ലാം പൂർണ്ണമായും നീക്കിക്കളഞ്ഞ് നാം നമ്മളുടെ ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനാലയമായി തീർന്നാൽ നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവം ഒരു പട്ടാളമായി നമുക്ക് ചുറ്റും നിശ്ചയമായും പാളയമിറങ്ങും. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും നമ്മൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമ്മളുടെ കൂടെയുള്ളതിനാൽ ദൈവത്തിന് വസിക്കുവാൻ കൊള്ളാകുന്ന നല്ല ഒരു ആലയമായി നമ്മളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവ് അതിന് നിങ്ങൾക്ക് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.